ഹായ് കുട്ടികളെ, എല്ലാവരും നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് കർമ്മയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർമ്മയുണ്ട്. നമുക്കറിയാം, കർമ്മ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിൻ്റെ കർമ്മ കിട്ടുന്നത്. പണ്ടൊക്കെ സ്ലോ ആയിരുന്നു, ഇപ്പോൾ വേഗം തന്നെയാണ് അല്ലേ. കാരണം എർത്തിൻ്റെ വൈബ്രേഷൻസ് അങ്ങനെയാണ്. ആൻഡ് നമ്മുടെ എന്താ പറയുക, എല്ലാത്തിനും മാറ്റം വന്ന സമയമാണ്, ട്രാൻസ്ഫോർമേഷൻ സമയമാണ്. അപ്പോൾ ആ കർമ്മ കിട്ടുമ്പോഴാണ് അവർക്ക് ആ പാഠം പഠിക്കാനും അവരും ട്രാൻസ്ഫോർമേഷൻ പോവാനും സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് കർമ്മയുടെ എഫക്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി നോക്കി നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ DM നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ കുറേ വേദനിപ്പിക്കുക. മീൻസ് നമ്മൾ സെപ്പറേഷൻ ചെയ്ത് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഹെവി പെയിൻ ആയിരിക്കും. ആ ഒരു പെയിൻ താങ്ങാൻ പറ്റാതെ ഇപ്പോൾ കുറേ പെയിൻ നമ്മൾ കരയുന്നു, പർച്ചിങ്ങൊക്കെ വരുമ്പോൾ നമ്മളുടെ ആ റിലീസ് ചെയ്ത് പോകുന്ന ആ ഒരു ഇമോഷൻ അവർക്ക് തട്ടുന്നത് ഫിനാൻഷ്യൽ ബ്ലോക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ മാരൈറ്റൽ ലൈഫിൽ ഇഷ്യൂസ് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ DM നിങ്ങൾ ഷീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനി മാരേജ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, ഓക്കെ ഇനി എല്ലാം നിർത്തി ഞാൻ ഇനി ഡീസൻറ്റ് ഒരു നല്ലൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ ആവാൻ പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ മാരേജ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ കർമ്മ അവിടെ നിൽക്കില്ല. കർമ്മ അത് അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുന്ന പാർട്ട്ണർ ചിലപ്പോൾ നല്ല പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ കർമ്മ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവരെ ചീറ്റ് ചെയ്യാനും ഇവർ യൂസ് ചെയ്യാനും വരും. അപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. ഒരിക്കലും കർമ്മ വിട്ടു പോകുന്നില്ല. കർമ്മ നിൽക്കുമ്പോൾ പിന്നെ ലൈഫ് ടൈം നമ്മൾ എടുക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, സോ കർമ്മ 4 ടൈപ്പ് കർമ്മയുണ്ട്. അതെല്ലാവർക്കും ഒന്നും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം 4 കർമ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ പറയാം 4 കർമ്മ. ഒന്നെന്ന് പറയുന്നത് പ്രാരബ്ധ കർമ്മയാണ്. രണ്ടാമത്തെ സഞ്ചിത കർമ്മ, പിന്നെ മൂന്നാമത്തേത് വർത്തമാന കർമ്മ, നാലാമത്തെ അഗാമി കർമ്മ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രാരബ്ധ കർമ്മ എന്ന് വെച്ചാൽ മെച്ചോർഡ് ആയിട്ടുള്ള കർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദുഷ്ടകർമ്മങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ പോലും അറിയാതെ. ആ ഒരു കർമ്മത്തിൻ്റെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ. കർമ്മം എന്ന് പറയുന്നത് കൈകൊണ്ട് മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നമ്മുടെ 5 സെൻസസ് കൊണ്ടും ചെയ്യുന്നതും കർമ്മയായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ക്രൗൺ ഓപ്പൺ ചെയ്യുക, യൂണിവേഴ്സിൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കർമ്മകളൊന്നും വരില്ല. ഒക്കെ ഗുഡ് കർമ്മയായിട്ട് പോകും. നമുക്ക് തെറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ക്രൗൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ വിസ്ഡം ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. യൂണിവേഴ്സിൻ്റെ പ്രസൻസിൽ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. നെഗറ്റീവായിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രൗൺ ഓപ്പൺ അല്ല, യൂണിവേഴ്സിൻ്റെ ആ ഒരു ലൈറ്റിലും ആയിരിക്കില്ല നിങ്ങൾ. അങ്ങനെ പ്രാരബ്ധ കർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാരബ്ധം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കുറേ ട്രൈ ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെറിയൊരു പൊട്ട രീതിയിൽ കൂടെ ഒക്കെ നമ്മൾ പൈസ ഉണ്ടാക്കും. പക്ഷെ അതൊരു നമ്മുടെ കർമ്മ ആയിട്ട് അത് ക്രിയേറ്റ് ആയി വരികയാണ്. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയാണ് പ്രാരബ്ധ കർമ്മ. അപ്പോൾ അത് കർമ്മയായിട്ട് വരും കേട്ടോ, അവ ശ്രദ്ധിക്കാം. പിന്നെയെന്ന് പറയുന്നത് നെക്സ്റ്റ് കർമ്മയാണ് സഞ്ചിത കർമ്മ അല്ലെങ്കിൽ സ്റ്റോർഡ് കർമ്മ. ഇത് ഓൾറെഡി സ്റ്റോർഡാണ്. കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ബർത്ത് കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ എന്ത് കർമ്മയാണോ ചെയ്തത് അതിൻ്റെ കർമ്മ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ജന്മം. ഇപ്പോൾ ഞാൻ ഈ ഒരു ജന്മം എടുത്തത് എനിക്ക് കർമ്മ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഓൾറെഡി സ്റ്റോർഡാണ് എൻ്റെ ശരീരത്തിൽ. മീൻസ് എൻ്റെ ശരീരത്തിലല്ല, എൻ്റെ സോളിൽ, ആത്മാവിൻ്റെ ഉള്ളിൽ സ്റ്റോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സമയമാകുമ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ കാണിക്കും. നമ്മൾ നല്ല സ്പിരിച്വലി വിസ്ഡംസൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ കർമ്മ കംപ്ലീറ്റ്ലി പോവില്ല. പക്ഷേ ഒരു 10% കർമ്മയുടെ റിയാക്ഷൻ ആണെങ്കിൽ ഒരു 5% നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് കരുതി കർമ്മ കംപ്ലീറ്റ്ലി പോവില്ല. പക്ഷേ സോളിന് വിസ്ഡം കിട്ടുന്നതോറും നമ്മുടെ കർമ്മ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വരുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. അതാണ് സഞ്ചിത കർമ്മം, സ്റ്റോർഡ് കർമ്മ എന്ന് പറയാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കർമ്മയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. നമ്മളുടെ പല കർമ്മങ്ങളുമായിരിക്കും. അപ്പോൾ മരിച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുപോകുന്ന എപ്പോഴും എന്തായിരിക്കും, സോറി എനിക്ക് ചെറുതായിട്ട് കോൾഡിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നാലും ഈ കർമ്മ നിങ്ങൾ കൂടുതൽ അറിയണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഈ ഒരു വീഡിയോ കിട്ടുമ്പോൾ ഒന്നുകൂടി അവയർനെസ് വരുമല്ലോ, അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ജന്മം ഇപ്പം കഴിഞ്ഞതൊക്കെ പോട്ടെ, ഈ ഒരു മൊമെൻറ്റ് തൊട്ടിട്ട് ഈ വീഡിയോ കാണുന്ന ശേഷം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ പേര് ടാരോ റീഡിങ്ങിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ, കരിയർ ഇഷ്യൂ, ഇതൊക്കെ മെയിൻ നമ്മുടെ കർമ്മയാണ്. ആ ഒരു പേഴ്സണുമായിട്ട് കർമ്മ ഉണ്ട്, സെറ്റിൽമെൻറ്റ് ആവാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നില്ല.
സിമ്പിളി സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് ഈസിയാണ്. അവർ രണ്ടുപേരും സറണ്ടർ ചെയ്യുക, നിങ്ങളെയും അവരും സറണ്ടർ ചെയ്തിട്ട് പറയാം യൂണിവേഴ്സ് എൻ്റെ കയ്യിൽ ഒതുങ്ങില്ല, യൂണിവേഴ്സ് ഇത് ഏറ്റെടുക്കണം, ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ് വേഗം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് വിടുക. അപ്പോൾ വേഗം തന്നെ സെറ്റിൽമെൻറ്റ് നടക്കും. ഓക്കെ, അതാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാന കർമ്മം. അതറിയാം, വർത്തമാന പ്രസൻറ്റ്, നമ്മുടെ പ്രസൻറ്റ് ലൈഫിൽ ചെയ്യുന്ന കർമ്മം നമ്മുടെ ചോയ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് ചൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു കർമ്മം വരും. ഈ ഒരു നമ്മുടെ കർമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ വിടും. എങ്ങനെയാണെന്നറിയാം, ചിലപ്പോൾ അവർ വല്ല സ്വീപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭിക്ഷ ചോദിച്ചു വരുന്നവരൊക്കെ യൂണിവേഴ്സ് പല വേഷം മാറിയിട്ട് വരും. അപ്പോൾ നമ്മളെങ്ങനെ അവരോട് റിയാക്ട് ചെയ്യണമെന്ന് അവർ ശ്രദ്ധിക്കും. നമ്മൾ അവരെ മോശം രീതിയിലാണ് കാണുന്നതെങ്കിൽ കർമ്മ ക്രിയേറ്റഡ് ആയി. എല്ലാവരും സോളാണ്, ഓരോരുത്തരും ഡ്രാമയിൽ അവരുടെ ഒരു പാർട്ട് അഭിനയിക്കുകയാണ്. സ്വീപ്പേഴ്സിൻ്റെ പാർട്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഖാന വൃത്തിയാക്കുന്നവർക്ക് അവർക്ക് അതായിരിക്കും പാർട്ട്. യൂണിവേഴ്സിനെ ഫേവറായി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബ്ലെസ്സിങ്സ് കിട്ടും. ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക, പ്രകൃതിയെ വൃത്തിയാക്കുന്നവരിലേക്കാണ് യൂണിവേഴ്സിന് ആ ഒരു ബ്ലെസ്സിങ്സ് കൂടുതൽ കിട്ടുകയെന്ന് BK പറയാറുണ്ട്. കാരണം പ്രകൃതിനെ അവർ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ എന്താ വെച്ചാൽ വേസ്റ്റ് എറിയുന്നു അല്ലേ, അവരത് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ അവർക്കാണ് കൂടുതൽ കിട്ടുക. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര താഴ്ന്ന ഒരു ആൾക്കാരാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സോളാണ്. അപ്പോൾ പ്രസൻറ്റ് കർമ്മയാണ് എന്താ വർത്തമാന കർമ്മ എന്ന് പറയുന്നത്. നിങ്ങളുടെ വർത്തമാന കർമ്മയിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ സോളിന് വിസ്ഡം കിട്ടാൻ ശ്രമിക്കുക, ഉള്ള നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നുള്ളത് അഗാമി കർമ്മയാണ്, ഫോർത്ത് കമ്മിങ് കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാൻഡേറ്ററി കർമ്മയാണെന്നാണ് പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്ത് നിങ്ങൾ എന്തായാലും ഫ്യൂച്ചറിൽ, പാസ്റ്റിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ എനിക്ക് 26 ഇയേഴ്സ്, ഈ 26 ഇയേഴ്സ് ഞാൻ ചെയ്ത കർമ്മ, കാരണം ഇന്ന് നല്ലൊരു കർമ്മ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ നല്ല സെക്യൂർഡ് ആയിരിക്കും. ഇന്ന് ഞാൻ മോശം രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ അതിൻ്റെ കർമ്മ വരും. അതുപോലെയാണ് അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ചെയ്ത പാസ്റ്റ് കർമാസ് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ എഫക്റ്റ് വരുന്നത് ഫ്യൂച്ചറിലായിരിക്കും. ഓക്കെ, മറ്റേത് പറഞ്ഞ സഞ്ചിത കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വന്നതാണ്. ഇത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിലത്തെ ചെയ്ത പാസ്റ്റ് കർമാസിൻ്റെയാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. പിന്നെ കുറേ പേര് നമ്മളെ ട്രിഗർ ചെയ്യാൻ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിനൊന്നും റെസ്പോണ്ട് ചെയ്യണ്ട. അപ്പോൾ ട്രിഗറാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ, നമ്മളെല്ലാവരും അൺകണ്ടീഷണൽ ലവോടെ കാണാം. അപ്പോൾ ഇഷ്യൂസസ് ഇല്ല. നമുക്ക് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കിടന്ന് അത് ശരിപ്പെടുത്താനും, അല്ലെങ്കിൽ അവർ പറഞ്ഞ തെറ്റാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അത് ശരിപ്പെടുത്താൻ നിങ്ങൾ നിൽക്കും. അപ്പോൾ അവിടെ ഈഗോനെയാണ് ഹേർട്ട് ചെയ്യുന്നത്. പിന്നെ സ്പിരിച്വലി പോകുന്നവർക്ക് കുറച്ച് സ്പിരിച്വൽ ഈഗോ പോലും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം നമുക്കെല്ലാം അറിയാം, വേറൊരാൾക്ക് അറിയില്ല. അപ്പോൾ എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ ഈഗോ ആണ്. അതും പാടില്ല, അതും ഒരു കർമ്മയായിട്ട് വരും. നമ്മൾ എത്രയും അറിവ് നേടുന്നതനുസരിച്ച് സിമ്പിളായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് കർമ്മ. 4 തരം കർമ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് അവെയറായിട്ട് ഇരിക്കുക. ഏതൊക്കെയാണ് കർമ്മ? വർത്തമാന കർമ്മ, അഗാമി കർമ്മ, സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ അല്ലേ. പാസ്റ്റിൽ നിന്ന് കൊണ്ടുവരുന്ന കർമ്മ ഉണ്ട്, ഈ ലൈഫ് ടൈമിൽ ചെയ്തതിൻ്റെ കർമ്മ ഉണ്ട്, ഈ ലൈഫ് ടൈമിൽ തന്നെ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ചോയ്സിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ എഫക്റ്റ് കർമ്മയായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ ഇൻട്യൂഷൻസിനെ കൂടുതൽ യൂസ് ചെയ്യുക. തേർഡ് ഐ ചക്ര, ക്രൗണിനൊക്കെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സോള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്നത് അതാണ്, നമ്മുടെ സോളിൽ ഉണ്ടാകുന്ന ആ ഒരു യൂണിവേഴ്സ് തരുന്ന മെസ്സേജസാണ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ തരുന്നത്. ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അതെപ്പോഴും ശരിയായിരിക്കും. അപ്പോൾ അത് വിശ്വസിക്കുക. എന്തായാലും ടാരോ റീഡിങ്ങിൽ വരുമ്പോൾ കുറേ പേര് അവർ വിചാരം എൻ്റെ അടുത്ത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർ കർമ്മ തീരുന്നു. ഇല്ല, അവർ വർക്ക് ചെയ്താലാണ് അത് മാറുള്ളൂ. എനിക്ക് ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് 4 years ചെയ്യേണ്ടി വരും, അവിടെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം, സെൽഫ് ലവിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് കുറയുക. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് പേയ്മെൻറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്ക് ചെയ്യാതെ ഒന്നും മാറില്ല. നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കർമ്മയുടെ നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ കർമ്മ എന്ന് പറയുന്നത് കർമ്മ ഈസ് എ ബീച്ച് എന്ന് കേൾക്കുന്ന പോലെ കർമ്മ എന്ന് വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ അറിയാതെ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ട് പറയും, യൂണിവേഴ്സ് എനിക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ യൂണിവേഴ്സിലേക്ക് അത് സമർപ്പിക്കും, സറണ്ടർ ചെയ്യുന്നു.
എന്നെ ക്ഷമിക്കണം. എനിക്ക് വിസ്ഡമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അപ്പോൾ ഇനി എനിക്ക് ഓരോ സമയത്തും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസസ് അപ്പോൾ എനിക്ക് തന്നുകൊണ്ട് എനിക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എന്നും രാവിലെ എനിക്കുമ്പോൾ പറയാം, ഞാൻ എൻ്റെ 5 സെൻസ് കൊണ്ടും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ആകട്ടെ എന്ന് എപ്പോഴും അഫോർമേഷൻസ് പറയുന്നത്. അഫോർമേഷൻസ് പറയുന്ന പോലെയാണ് എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ അഫോർമേഷനെ ഞാൻ പറയാം, മാനിഫെസ്റ്റേഷൻ്റെ ഇപ്പോൾ വൈബ്രേഷൻസ് കുറച്ച് ഇൻക്രീസ് ആയതുകൊണ്ട് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട്. അതെങ്ങനത്തെ, ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു കത്രിക എൻ്റെ അനിയനുണ്ട്. അപ്പോൾ അവൻ അസൈൻമെൻറ്റ് ചെയ്യുമായിരുന്നു. അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കത്രിക എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അവനത് നേരെ എൻ്റെ ടാരോ റീഡിങ്ങിൻ്റെ ചെയറിൻ്റെ മുകളിൽ വെച്ചു. ഞാൻ അവിടെ ഇരുന്നിട്ട് ആരോ വോയിസ് അയച്ചപ്പോൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് അത് എടുത്ത് വയ്ക്കുക, അതിപ്പോൾ കാലുമിക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് മുറിയുന്നു. അതുപോലെ നേരെ എൻ്റെ കാലുമിക്ക് വീണ് എൻ്റെ റൈറ്റ് ലെഗിൻ്റെ 4th-ന്റെയും 5th-ന്റെയും ഫിംഗറിൻ്റെ ഇടയിൽ ചെറിയൊരു കട്ട് വന്നു. അത് ഞാൻ ഫ്ലിപ്പ് ചെയ്തെങ്കിലും പക്ഷെ പെട്ടെന്ന് നടന്നു. അങ്ങനെ 2 സംഭവങ്ങളായി. കാരണം നമ്മൾ വൈബ്രേഷൻസ് ഹൈ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മളത് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇല്ല അങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ല, അത് സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് നടന്നു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നമ്മളീ പറയുന്നത് വേറൊരാൾ കേൾക്കുമ്പോഴും അവരും ഫ്ലിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നടക്കും. ഞാൻ ഫ്ലിപ്പ് ചെയ്തു, പക്ഷെ അവർ ഫ്ലിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് നടക്കും. അതാണ്. അപ്പോൾ നല്ല അഫർമേഷൻസ് പറയുമ്പോൾ പെട്ടെന്ന് നടക്കും. നെഗറ്റീവ് പറയുമ്പോഴും അത് നടക്കും. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള കമൻറ്റ് പറയുമ്പോൾ നല്ലതാക്കി പറയാം. അയ്യോ എനിക്ക് അസുഖം വരുമോ, അപ്പോൾ പിന്നെ ഫ്ലിപ്പ് ചെയ്യുക. ഇല്ല, ഞാൻ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ്, ഞാൻ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ഡിസീസും വരില്ല, അപ്പോൾ ഓരോ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇങ്ങനെ എപ്പോഴും ഫ്ലിപ്പ് ചെയ്യാം. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ സംഭവമാണ്. അതുപോലെ എനിക്ക് പെട്ടെന്ന് കോൾഡും ഫീവറും വന്നു. അതും ഞാനിങ്ങനെ ചിന്തിച്ചതിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും തോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ നമ്മൾ തോട്ട് പോകുമ്പോൾ അത് പെട്ടെന്ന് നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിതുപോലെ അറിയാതെ കുറേ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും ഓളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ വേറെ കാര്യം, നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിൽ പോകുമ്പോൾ കൂടുതൽ, ഇപ്പോൾ ഞാനൊരു ഹോമിറ്റ് മോഡിലാണ് ഒരു 2-3 ഇയേഴ്സായിട്ട്. അധികം ആരോടും കമ്പനിയൊന്നുമില്ല, എല്ലാവരോടും അൺകണ്ടീഷണലോ. ഞാൻ എൻ്റെ ഫോണിൽ കോൾസ് അങ്ങനെ ചെയ്യാറില്ല. പാരൻസ് വിളിക്കും, അല്ലാതെ വേറൊരു ഫ്രണ്ട്സിനെ വിളിക്കുക അങ്ങനെയൊന്നുമില്ല. അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ സംസാരിക്കും, അത് കഴിയും. എൻ്റെ ഭാഗത്ത് നിന്ന് ആരെയും വിളിച്ച് വിശേഷം അറിയാൻ ഞാൻ പോകാറില്ല. എൻ്റെ എനർജി മാക്സിമം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്, കാരണം എനർജിയാണെന്ന് മനസ്സിലായത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജേർണിയിൽ പോകുമ്പോൾ പല രീതിയിൽ നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി നൈബേഴ്സോ അവരൊക്കെ പല രീതിയിൽ വരും. എന്താ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയില്ലേ, മാരേജ് ആയില്ലേ, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് വരും. ബിക്കോസ് അടുത്ത 3D മെട്രിക്സ് അത്രേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാനൊരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കുറച്ച് നൈബേഴ്സ് വരും. എന്നെക്കാളും ഏജ് കുറവാണ്, അവരും മാരീഡൊക്കെ ആയി, കുട്ടികളൊക്കെ ആയി. ഇപ്പോൾ ഞാൻ മാരീഡ് അല്ലല്ലോ, ഞാൻ 26 ആയിട്ട് മാരേജ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വരുമല്ലോ, കല്യാണം ആയില്ല, ഇതാണ് അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അങ്ങനത്തെ ആൾക്കാരെ അപ്പോൾ അൺഫോളോ ചെയ്യുക. എൻ്റെ ഇതിൽ അങ്ങനെ സോൾ ട്രൈബ്സ് മതി. അപ്പം ഞാനിരുന്ന് കുറേ എല്ലാവരും ഞാൻ കളഞ്ഞു. എൻ്റെ എന്താ പറയുക, സോൾ ഗ്രൂപ്പിൽ പോകുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നല്ല, നമ്മളുടെ ആ ഒരു ഇതിൽ ആ ഒരു വൈബുള്ളവർ മാത്രം മതി. അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ഈ ഫേസ്ബുക്ക് എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അതിലും കുറേ ഇങ്ങനത്തെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും നമുക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇട്ടാൽ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പോലും ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി. അപ്പം അങ്ങനെ അവരുടെ എനർജി വരുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവരുടെ എനർജി വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സിനായിരിക്കും, ശിവനെയോട് കൃഷ്ണനോ ആരെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡ്സിനോട് പറയാം, യൂണിവേഴ്സ് ഇവരുടെ എനർജി എന്നിലേക്ക് വരുന്നത് തിരിച്ച് തന്നെ പോകട്ടെ എന്ന് പറയാം. അപ്പോൾ അവരെ നെഗറ്റീവ് ഈവളൈസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി തിരിച്ച് അവരിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ എനർജി ഗ്രൗണ്ടിലേക്ക്, ലൈക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാം അവരുടെ എനർജി വന്നിട്ട് ഭൂമിയിലേക്ക് അത് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും അവരുടെ എനർജി ആഗിരണം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസസ്, കോൾഡോ അല്ലെങ്കിൽ ഫീവറോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ ഓറ. ഒന്നുമില്ല, ചുമ്മാ യൂണിവേഴ്സിനോട് പറയും, യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് കൊണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾ DMനെ വേണേൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളൊരു കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. യെസ്, ഈ ബ്ലാക്ക്
മാജിക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന അവർ ഓൾറെഡി ഓറ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്കത് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ചെല്ലുകയെന്ന് വിചാരിക്കും, എക്സാമ്പിൾ ഇങ്ങനൊരു തേർഡ് പാർട്ടി റിമൂവൽ എക്സാമ്പിൾ പറയാം. കാരണം കുറച്ച് പേര് തേർഡ് പാർട്ടി റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ പറയണേ കേട്ടോ. അതൊക്കെ യൂണിവേഴ്സിൻ്റെ ഇതാണ്. നമ്മുടെ കർമ്മയിൽ അവർക്ക് തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ജീവിക്കാനുള്ള കർമ്മയെങ്കിൽ അങ്ങനെയായിരിക്കും, നമുക്കതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കർമ്മ വരും. അത് ഞാൻ ഇന്ന് കർമ്മയുടെ ടോപ്പിക്ക് ചെയ്ത് കുറേ പേര് അറിയാതെ കുറേ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കത് വേറെ ആയപ്പോഴാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ആ ഒരു എനർജി ആ ഒരു തേർഡ് പാർട്ടികളിലേക്ക് പോകും. പക്ഷെ അത് കുറച്ച് നാളെ നിൽക്കുള്ളൂ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൻഡ് ചെയ്ത എനർജി നേരെ ഇവർ 10 ടൈംസ് ശക്തിയിലാണ് വന്നിട്ട് ഹിറ്റ് ചെയ്യുക. അപ്പം ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓറ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവർ ഓറ പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവർ നേരെ വന്ന് ഹിറ്റ് ചെയ്യും. ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേര് ബ്ലാക്ക് മാജിക്കിൻ്റെ ഭ്രാന്തന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടത് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ വിഷ്ണുമായ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാത്ത എന്നൊക്കെ പറയുന്നത് ഫുൾ ബ്ലാക്ക് മാജിക്കിൻ്റെയാണ്. കുറേ പേര് അവർ ആരാധിക്കുന്നുണ്ട്. അവർ ആരാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കൂടുതൽ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഉള്ള കർമ്മ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കർമ്മ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി ഒരു ലൈഫ് ടൈംസ് എടുക്കേണ്ടി വരും. അത്രയും ഹാർഷായിട്ടുള്ള കർമ്മയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ താങ്ക് യു.